പോളണ്ടിൽ മലയാളി യുവാവ് മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം. തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി ആഷിഖ് രഘുവിനെയാണ് കഴിഞ്ഞ മാസം പോളണ്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിനും എംബസിക്കും കുടുംബം പരാതി നൽകി. പോളണ്ടിലെ താമസ സ്ഥലത്ത് നടന്ന ഈസ്റ്റർ പാർട്ടിക്ക് ശേഷം ഉറങ്ങാൻ കിടന്ന ആഷിഖിനെ പിറ്റേന്ന് മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്നാണ് കൂടെ താമസിച്ചിരുന്ന മലയാളി യുവാക്കൾ വ്യക്തമാക്കിയതെന്ന് ആഷിഖിന്റെ പിതാവ് പറയുന്നു. മരണശേഷം പോളണ്ടിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സുഹൃത്തുക്കൾ നൽകുന്ന വിശദീകരണം കള്ളമാണെന്നും പിതാവ് അഭിലാഷ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ വീണ വീഴ്ചയിലുള്ള ഒരു പരിക്കല്ല, തല്ലിയ പരിക്കുമല്ല, എന്തെങ്കിലും വെച്ച് അടിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നിയത്. ഇത്ര വലിയൊരു രാജ്യത്ത് ഇങ്ങനൊരു 23 വയസ്സായ പയ്യനൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? പിന്നെ മരണ കാരണം എങ്ങനെയാണ് അവർ അൺനോൺ എഴുതുന്നത്? അവിടുത്തെ പ്രോസിക്യൂട്ടർ പറയുന്നത് ഈ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. അവിടുത്തെ ഈസ്റ്റർ പാർട്ടി പറഞ്ഞ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്നാൽ അവർ പറഞ്ഞ എന്തെങ്കിലും അതൊരു ഫിക്സ് വന്നു എന്ന് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട്. പോളണ്ട് തലസ്ഥാനമായ വാർസായിൽ ഫുഡ് ഡെലിവറി ബോയ് ആയിരുന്നു ആഷിഖ്. സംഭവത്തിൽ സംശയം തോന്നിയ അഭിലാഷ് പോലീസിന്റെ പ്രത്യേക അനുമതിയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആഷിഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. തലയുടെ പുറകിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിൽ 5 ഇടങ്ങളിൽ മുറിവുകൾ ഉള്ളതായി വ്യക്തമായി. ഈ സാഹചര്യത്തിൽ ആഷിഖിന്റെ മരണത്തിൽ സത്യം പുറത്തുവരും വരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, തൃശൂർ.